അപ്പം നമുക്ക് നമ്മുടെ വെജിറ്റബിളൊക്കെ നോക്കാം. ഇവിടെയെല്ലാം നമുക്കിവിടെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പയറൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ പാവലയിലും മുളകയിലും എല്ലാം നമുക്ക് പൂവൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിളൊക്കെ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുരിങ്ങയിലൊക്കെ പൂവായി. അങ്ങനെ വെജിറ്റബിളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യുകയാണ്. ഈ വർഷത്തെ നമ്മുടെ 2025 ഫസ്റ്റ് ഹാർവെസ്റ്റ്. നമ്മുടെ കുറ്റിപ്പയർ കണ്ടോ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ചട്ടിക്കകത്ത് വെച്ചാൽ ഇങ്ങനെ നീളത്തിൽ വന്ന് ഉണ്ടായിക്കോളുമെന്ന്. ഇത് കണ്ടോ, താഴെ നിലത്ത് മുട്ടി ഇവിടെ കുറ്റിപ്പായം. അതിനാണ് നമ്മളിങ്ങനെ ഹൈറ്റുള്ള ചട്ടിയിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ താഴെ വെച്ചാൽ ഇതെല്ലാം മണ്ണി വന്ന് മുട്ടും. എന്നിട്ട് തന്നെ കണ്ടോ താഴെ വന്ന് മുട്ടി. കണ്ടോ അവൻ്റെ ഹൈറ്റ്, നീളം കണ്ടോ എത്ര ലെങ്ത് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറിക്കാൻ പോവുകയാണേ. നമ്മുടെ കുറ്റിപ്പയർ പറിക്കുകയാണ്, അല്ലെ അവൻ മൂത്ത് പോകും. രണ്ടുപനൊക്കെ ആയി കണ്ടോ, ഇവിടെ ആയി. നമുക്ക് ഇതിങ്ങനത്തെ വലിയ പയറായതുകൊണ്ടുണ്ടല്ലോ, നമുക്ക് കുറച്ച് മതിയേ. നമുക്ക് അന്നേരം തന്നെ ഒരു കറി കുറഞ്ഞ എവിടെയൊക്കെ ആയി. ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ നോക്കണം, ഇലക്കകത്തൊക്കെ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. ഇനി നാളെ കഴിഞ്ഞ് ഇനി അടുത്ത 2 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും കൂടെ കിട്ടുമ്പോൾ തന്നെ ഉണ്ടോ, നമുക്കിതെല്ലാം കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കറിക്കുള്ളതാവും. ഉണ്ടോ, ഒരു തോരൻ, ഒരു മെഴുക്കുവരട്ടിക്കൊക്കെയുള്ള കറിയായി, ഉള്ള പയറായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ കുറ്റിപ്പയർ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. കണ്ടോ, നല്ല അടിപൊളി. ഇത് നല്ല എന്താണ്, കെമിക്കലൊന്നും ഇല്ലാതെ ഓർഗാനിക് പയർ. ഇവിടെയൊക്കെ തേണ്ട ഇഷ്ടം പോലെ പൂവുണ്ട് കേട്ടോ, ഉണ്ടായി വരികയാണ്. അവിടെ എല്ലാ കുറ്റിപ്പയറെ കൂടെ ഉണ്ട്, പൂവ് ഉണ്ടായി വരുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ എനിക്ക് ഇങ്ങനെ നിലത്ത് വെക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ ചട്ടിയെല്ലാം ഫില്ലായപ്പോൾ എനിക്ക് ഇച്ചിരി ബാലൻസ് വന്നത് ഞാൻ നിലത്ത് വെച്ചു. അതിലും തേണ്ടേ ആവുന്നുണ്ട്. അവിടെയൊക്കെ കണ്ട് നല്ല ഫ്ലവർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ നമുക്ക് അവിടെ നിന്നൊക്കെ പയർ കിട്ടും. പിന്നെ നമ്മുടെ ടണ്ടൂര, നമ്മുടെ കോവലയിലൊക്കെ പൂവായി. ഇവിടെയൊക്കെ എല്ലാം പൂവായി. പിന്നെ അതിൻ്റെ കോവയ്ക്കായും ആകുന്നുണ്ട്. തേണ്ടേ കോവയ്ക്ക ഞാൻ പറിക്കാൻ പോവാണ്. ഫസ്റ്റ് കോവയ്ക്ക പറിച്ചു. അതിൻ്റെ അവിടെ ഒന്നുകൂടി ഉണ്ട്, വലുതായി. തേണ്ടേ വലുതായി. അപ്പോൾ എനിക്ക് ഈ പയറും ഈ കോവയ്ക്കായും കിട്ടി. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മുളക് കണ്ടോ പഴുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തിരുന്നത് പഴുത്ത ആദ്യത്തെ മുളകിനെ നമുക്ക് അടുത്ത വർഷത്തേക്കിന് നമുക്ക് സീഡ് വേണമല്ലോ, അതിന് വേണ്ടി ഇതിനെ നിർത്തിയിരിക്കുകയാണ് നമുക്ക് വിത്തിന് വേണ്ടി. ബാക്കി ഇനി ഉണ്ടാകും, നമ്മൾ പറിച്ചെടുക്കും. ഇവിടെ അങ്ങനെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും.